ഞാനിപ്പോൾ ഉള്ളത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് കേട്ടോ. ഇവിടെ ഇപ്പം കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ആയതുകൊണ്ട് കർണാടകയിലെ ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ് കേട്ടോ. ഇപ്പൊ ആരും ഇല്ലാത്തൊരു ചെറിയൊരു സ്കൂളിലേക്കാണ് മമ്മി നടന്നിട്ട്. അപ്പോ രാ- ഇപ്പോഴത്തെ കാഴ്ച വണ്ടിയൊക്കെ ഇറക്കാൻ ഇപ്പൊ വിടുന്നില്ല. വണ്ടിയൊക്കെ ഇറക്കാൻ ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വരണ്ട കേട്ടോ, കാരണം വണ്ടിയൊന്നും ഇപ്പൊ ഇറക്കാൻ വിടുന്നില്ല. ഇത് കിട്ടുന്ന ഞങ്ങൾക്ക് ദൂരേക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ് കർണാടകക്കാര്. കർണാടക വണ്ടി മാത്രമാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. ഗൈസ്, ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ മഴ ഉണ്ടാകുന്ന സമയങ്ങളിൽ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് വണ്ടി ഇറക്കാറില്ല കേട്ടോ. കാരണം വെച്ചാല് കൂടുതൽ ആക്സിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ആക്സിഡൻസ് എന്ന് ഉദ്ദേശിച്ചത് ടയർ മണ്ണിലേക്ക് പൂണ്ടുപോവുക, പിന്നെ വണ്ടി എടുക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ആൾക്കാർ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള അധികാരികളും ഒന്നും വിടാറില്ല. അപ്പൊ നിങ്ങള് വെള്ളത്തിലിറങ്ങുക അല്ലെങ്കിൽ എന്താ പറയാ വണ്ടി ഉപയോഗിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യാം, ബീച്ചിൽ വരാം. ബീച്ചിൽ വന്ന് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയൊരു ടൈമല്ല കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ളത്, ബീച്ചിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കൂടുതൽ കർണാടകക്കാർ അന്യ സംസ്ഥാന ആൾക്കാരൊക്കെ വന്നിട്ട് കുറേ അധികം വേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് വെച്ചാല് ഈ സർവീസ് ചെയ്യുന്ന ഈ വൃത്തിയാക്കുന്ന ഏകദേശം 20ഓളം ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് ബീച്ചിൽ. ഏകദേശം എനിക്ക് കണ്ടപ്പോൾ തോന്നിയാണ്, ഞാൻ എന്നെ ഏകദേശം 20 അടുപ്പിച്ച ആൾക്കാരുണ്ട്. അവർ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ട് ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബീച്ച് ഇത്ര നീറ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബീച്ചിൽ ഒരു വേസ്റ്റോ കാര്യങ്ങളോ എന്താ പറയാ, ഞാൻ കണ്ണൂർ തന്നെ മറ്റു പല ബീച്ചിൽ പോകുമ്പോൾ എന്താ പറയാ ബോട്ടിൽസ് അങ്ങനെ പല കാര്യങ്ങളും ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ എന്റെ ബേക്കിൽ കാണുന്ന ഈ ടയർ മാർക്സ് ഒക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓടിച്ചാണ്. ഈ മഴ പെയ്ത, ഞാൻ ഇന്ന് വന്നപ്പോൾ ഇന്ന് രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ ഉള്ളത് കൊണ്ട് തന്നെ കുറെ വണ്ടികളൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം ഒന്നോ രണ്ടോ വണ്ടികൾ മുന്നേ ഇറങ്ങിയത് കൊണ്ട് മാത്രം. അപ്പോൾ ഡ്രൈവിംഗ് ബീച്ചിൽ വന്ന് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ മാസങ്ങൾ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഞാൻ കുറെ നേരം ഇവിടെ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് കളിച്ച് പോയി കേട്ടോ. കാരണം എന്താ വെച്ചാല് രാവിലെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഏർലി മോർണിംഗ് വന്ന് നമ്മൾ ഈ കടലും ഒരു സമാധാനമായിട്ട് ഇരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ എക്സ്പെഷ്യലി കുറച്ച് സമയം ഞാൻ ഈ ചേച്ചിമാരോടൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ. അവരവരെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ വരുന്ന ആൾക്കാർക്ക് പറ്റിയ സ്ഥലം DTDCന്റെ നല്ലൊരു സ്പോട്ടായ റിസോർട്ട് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവന്റെ പേയ്മെന്റും ചാർജസ് ഒക്കെ എത്രയാണെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ റൂം എടുക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. കാരണം വെച്ചാല് എല്ലാ രീതിയിലും സർവീസ്, സെക്യൂരിറ്റി, പാർക്കിംഗ് ഒന്നും തന്നെ പേടിക്കാനില്ല. ബീച്ചിന്റെ അടുക്കുന്ന തൊട്ടടുത്ത് തന്നെ. ഇപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട് കൂടിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഈ റിസോർട്ടിന്റെ അകത്ത് കയറിയിട്ട് വീഡിയോസ് എടുക്കാനുള്ള ഒരു അനുവാദമൊന്നും എനിക്കില്ല. കാരണം ഫുള്ളി സെക്യൂർഡ് ആണ്. കാരണം വെച്ചാൽ അകത്തേക്ക് കയറ്റില്ല. പുറത്തുനിന്നുള്ള ആൾക്കാരെ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. പിന്നെ അകത്തേക്ക് വീഡിയോഗ്രാഫിക്ക് വേണ്ടിക്ക് പോലെ തന്നെ പെർമിഷൻ എടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കും പിന്നെ പാസ്സുള്ള ആൾക്കാർക്കും മാത്രമാണ് അകത്ത് പോകാൻ പറ്റുന്നത്. അത്രയും ഒരു സെക്യൂർ ആയിട്ട് ഫാമിലിയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലം കേട്ടോ. ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പുറത്തുനിന്ന് എടുത്താണ്. പക്ഷെ അകത്തേക്ക് വരാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നത്. കാരണം വെച്ചാല് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ പ്രൈവസി ഒക്കെ അത്രയും എന്താ പറയാ നല്ല രീതിയിലാണ് അവരെ നോക്കുന്നത്. ഓക്കെ, ഏതായാലും ഒരു ദിവസം ഇവിടെ പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെ കയറിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അതിന് ഉൾവശമൊക്കെ കാണിക്കാട്ടോ. അങ്ങനെ പേയ്മെന്റ് കൊടുത്ത് കയറാനായിട്ട് ഈ കാണുന്ന വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും കമന്റും ഒക്കെ ചെയ്താൽ മാത്രമാണ് എനിക്ക് ഇതിന്റെ അതൊന്നും കിട്ടുക. അത് കിട്ടിയാൽ മാത്രമാണ് എനിക്ക് ഇതുപോലത്തെ സ്ഥലത്ത് കയറിയിട്ട് വീഡിയോസ് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. വരുന്ന നിങ്ങൾക്ക് ബീച്ചുകൾ മാത്രമാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ബീച്ചുകൾ കാണണമെങ്കിൽ ഇതിന് തൊട്ടടുത്ത് തന്നെ തോട്ടടയും പിന്നെ അതുപോലെ തന്നെ കീഴ്നിയും അങ്ങനെ കുറേ സൈഡുകളായിട്ട് ബീച്ചുകളുണ്ട്. ചില ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നാട്ടുകാർ തന്നെ കാണിച്ചു തരും. അപ്പോൾ ബീച്ചൊക്കെ കാണാൻ വരുന്നവർ ഈ മുഴപ്പിലങ്ങാട് മാത്രം കണ്ട് തിരിച്ചു പോകണ്ട. ഇപ്പൊ കൊട്ടിയൂരിലെ അമ്പലത്തിന് തിരക്കൊണ്ടാണ് മുഴുവൻ അന്യസംസ്ഥാന ആൾക്കാരാണ് കൂടുതലും ബീച്ചിലുള്ളത്. പിന്നെ ഇങ്ങനെ എൻഡിലേക്ക് വരികയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ മീൻ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ നല്ല അവരോടൊക്കെ സംസാരിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സമയം കൂടിയാണ്. രാവിലെ ഒക്കെ വരികയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അവരോട് സംസാരിക്കാനും പിന്നെ എന്താ പറയാ നമുക്ക് ഇഷ്ടമുള്ള കുറെ കാഴ്ചകൾ കാണാനൊക്കെ പറ്റും. കുറെ സമയം ഫോണൊക്കെ മാറ്റി വെച്ച് സമാധാനമായിട്ട് വന്നിരിക്കാം. പിന്നെ എക്സ്പെഷ്യലി ഇതിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ടല്ലോ. വാക്ക് വേ നിങ്ങൾ വരുന്നവരെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കണയാണ്. കാരണം പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല,
ഉള്ളോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചില ഗ്രാമങ്ങളുണ്ട്. ഇതുപോലെ ചെറിയ റോഡുകളും തെങ്ങും മരങ്ങളും ഒക്കെ ആയിട്ട്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പോവാം. അധികവും രാവിലെ ബോറടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഫ്രീ ഓഫ് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ വരാറുണ്ട് കേട്ടോ. നമുക്ക് സമാധാനമായിട്ട് എന്താ പറയുക ഫോണും കമ്പ്യൂട്ടറും ലാബും ഒന്നുമില്ലാതെ സമാധാനത്തോടെ എന്താ പറയുക ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഒരു ഫ്രഷ് മൈൻഡ് ഉണ്ടല്ലോ. രാവിലെ തന്നെ വരും. ഇതിനടുത്തുള്ള കുറേ ആൾക്കാർ രാവിലെ നടക്കാനും ഇതുപോലെയൊക്കെ വരുന്നത് കാണാറുണ്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ചില ആൾക്കാർ പോലും എനിക്ക് പരിചയമുണ്ട്. കാരണം രാവിലെ വരുന്നതും പിന്നെ ഇതുപോലത്തെ വീക്കെൻഡിലൊക്കെ വരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ മേലൂര്, അണ്ടലൂര്, അതിനടുത്തുള്ള തോട്ടട, അങ്ങനെ കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഈ നാടും പിന്നെ എന്താ പറയാ നാട്ടുംപുറമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മേ ബി ഞാൻ പറഞ്ഞത് എനിക്കിത് വളരെ സമാധാനവും എന്താ പറയാ സന്തോഷം കിട്ടുന്ന എൻ്റെ നാടിൻ്റെ ചില സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താന്നറിയില്ല. നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇതുണ്ടാവും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക നാട് ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുക. പിന്നെ ഞാൻ അധികം സൺഡേകളിലൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ രാവിലെയാണ് എൻ്റെ നാട് അല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടിലൊക്കെ ചെറിയ ചെറിയ റോഡുകളും ഞാൻ ഇതുവരെ പോകാത്ത വഴികളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഞാൻ വെറുതെ പോകാറുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത് ഇലക്ട്രിക്കൽ വണ്ടി ആയതുകൊണ്ട് കേട്ടോ. ഏതൊരു ഇലക്ട്രിക്കൽ വണ്ടി എടുത്തപ്പോൾ എൻ്റെ നാടും ചുറ്റടുത്തും ഒക്കെ ഏകദേശം 100 കിലോമീറ്ററിനുള്ളിലൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഞാൻ കുറേ പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ പെട്രോൾ എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ചെറിയൊരു എക്സ്പെൻസ് ചാർജിങ്ങിന് ചെറിയൊരു എക്സ്പെൻസ് മാത്രം മതിയല്ലോ. അങ്ങനെ നാടും പുറവും പിന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് ഈ രാവിലെയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പുഴയിലെ ഫ്രഷ് മീനൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരോട് ഏട്ടാ വിൽക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ. ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് നടന്നു നോക്കണം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ അറിയണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇന്ന് അപ്രത്യക്ഷമായിട്ട് ഇതുവഴി പോകുമ്പോൾ ഈ ഒരു സ്പോട്ടും പണ്ടത്തെ ഓർമ്മകളൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് നടന്നു. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ദൂരം നടന്ന് ഈ കണ്ടൽക്കാടിലൂടെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കുറച്ച് കക്കയും പിന്നെ അതുപോലെ തന്നെ കല്ലുമ്മക്കായൊക്കെ പറിക്കാൻ പറ്റുന്ന സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടില്ല. കാരണം അന്ന് നല്ല വെള്ളമൊക്കെ നന്നിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെയൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇങ്ങനെ നാട്ടുമ്പുറത്തൂടെ പോകുന്നതും അല്ലെങ്കിൽ നാട്ടുമ്പുറമൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെയുള്ള സ്പോട്ടുകൾ ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പക്ഷേ ഈ മേലൂര്, അണ്ടലൂര്, പാറപ്പുറം നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ, മേലൂര്, അണ്ടലൂര്, പാറപ്പുറം ഉള്ളവർക്ക് നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിട്ട് നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ ഇതുപോലുള്ള വയലും പുഴയും നിങ്ങൾ എല്ലാവരുടെ നാട്ടിലും ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് എനിക്കിങ്ങനെ ഇതൊക്കെ കണ്ട് നടക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു എന്താ പറയുക കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുന്നത്. കുറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ നിങ്ങൾ യാത്ര ചെയ്യാറുണ്ടെങ്കിൽ അല്ലെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ സ്ഥലങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ